നിസ്സാര കാര്യങ്ങളിൽ ഒരുപാട് പൈസ ചെലവുകളുണ്ട്. അതുപോലെ തന്നെ വക്കീലിന് കൊടുക്കണം, അതുപോലെ പോലീസിന് കൊടുക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതിന്റെ പുറകെ. അപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, അയാൾ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാവും, അദ്ദേഹം എന്തെങ്കിലും നല്ലൊരു അപ്ഡേഷനായിട്ട് വരും എന്ന് തന്നെ നമ്മൾ ഉറച്ച് വിശ്വസിക്കാൻ ശ്രമിക്കുക. ഒരുപാട് പേര് അയാളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടുട്ടാ. എന്താ പറയാ, 100-ൽ 10% ആളുകളാണ് ഇയാളെ കുറ്റപ്പെടുത്തുന്നുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത്, എന്നെ കൂടുതൽ ആളുകൾ എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ദിയ ഫാത്തിമ എന്നു പേരായ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബർമാർ പല നിലക്കുമുള്ള ഊഹക്കഥകളും കെട്ടിച്ചമച്ച കഥകളും അതുമാത്രമായിരുന്നു യഥാർത്ഥത്തിൽ നടത്തിയിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് സത്യസന്ധമായ ഒരു വാർത്ത ഞാൻ ബ്ലോഗായിട്ട് ചെയ്തിരുന്നു. ഇതോടുകൂടെ എനിക്കെതിരെ എല്ലാ യൂട്യൂബർമാരും തിരിഞ്ഞു. എൻ്റെ ചിത്രമെടുത്തിട്ട് ഞാൻ വളരെ മോശപ്പെട്ടവനാണെന്ന് വരുത്തി തീർത്ത് കമൻറ്റോളികൾ വളരെ നെഗറ്റീവ് കമൻറ്റുകൾ ചെയ്തു. സത്യത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ കേവലം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് സ്വാഭാവികമായിട്ടും ഈ ദിയ ഫാത്തിമ എന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോകലിൽ അല്ലെങ്കിൽ അതിൻ്റെ തിരോധാനത്തിൻ്റെ പിന്നിൽ കുറേ ദുരൂഹതകളുണ്ട്, അത് തീർച്ചയാണ്. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ മിടുക്കില്ലായ്മ, കാര്യപ്രാപ്തിയില്ലായ്മ, ബുദ്ധിയില്ലായ്മ, കൗശലമില്ലായ്മയൊക്കെ ഈ ദിയ ഫാത്തിമയെ കണ്ടുകിട്ടാതിരിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും സ്വാഭാവികമായിട്ട് യൂട്യൂബർമാർക്ക് ഒരിക്കലും ഒരു കുറ്റവാളിയെ കണ്ടെത്തുവാൻ, അതോടൊപ്പം തന്നെ പിടിച്ചു കൊണ്ടുപോയവരെ മോചിപ്പിക്കുവാൻ ഒന്നും തന്നെ കഴിയുകയില്ല. യഥാർത്ഥത്തിൽ രാജ്യത്തെ ഭരണകൂടത്തിന് മാത്രമേ അതിന് കഴിയുള്ളൂ. ഭരണകൂടം അത് പ്രാവർത്തികമാക്കി കൊണ്ടുവരണമെങ്കിൽ നാം കോടതിയിൽ പോകണം. ആലോചിച്ച് നോക്കണം. ഭരണാധികാരികളുടെ ചട്ടകങ്ങൾ മാത്രമാണ് പോലീസ്. ആ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം. അന്വേഷണത്തിൽ അവർ സത്യസന്ധത പുലർത്തുന്നില്ലെങ്കിൽ, മികവ് പുലർത്തുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എവിടെ പോവാം? വീണ്ടും കോടതിയെ ആശ്രയിക്കേണ്ടി വരും. ഒരു കോടതിയിൽ നിന്നുള്ള ഉത്തരവ് ശരിയായിട്ട് തോന്നുന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും മേൽക്കോടതികളെ സമീപിക്കേണ്ടി വരും. ഇപ്പോൾ ദിയ ഫാത്തിമയെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ പലതും പറയുകയാണ്. യഥാർത്ഥത്തിൽ അതാ കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ കിട്ടും. എന്താണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ദിയ ഫാത്തിമയുടെ ഉമ്മാക്ക് പൊട്ടിത്തെറിച്ച് വർത്താനം പറയേണ്ടി വന്നു. കടക്കൂ പുറത്ത് എന്നാണ് ഇപ്പോൾ എല്ലാ വ്ളോഗർമാരോടും ദിയ ഫാത്തിമയുടെ ഉമ്മ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരൊറ്റ വ്ളോഗും അതിനെക്കുറിച്ച് വരാത്തത്. എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ എല്ലാത്തിനോടും ദേഷ്യമായിരിക്കും. ഏറ്റവും കൂടുതൽ ദേഷ്യം യൂട്യൂബർമാരോട് വന്നിരിക്കുകയാണ് ദിയ ഫാത്തിമയുടെ കുടുംബത്തിന്, ആ ഉമ്മാക്ക്. എന്തുകൊണ്ടെന്നാൽ വെറുതെ എങ്കിലും വലിയ ആക്ഷനും വലിയ ഒരു പന്തയങ്ങളൊക്കെ വെച്ച പോലെ പലതും പറഞ്ഞിട്ട് ഇപ്പോൾ കണ്ടെത്തും, ഇപ്പോൾ കിട്ടും, മൂത്തൊന്നോണ മാത്രം പറയുക. തമ്പനയിലൊക്കെ അത്തരത്തിൽ ജനങ്ങളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള തമ്പനയിലുകൾ വെച്ച് കള്ളത്തരങ്ങൾ പറഞ്ഞ് പ്രാങ്ക് വീഡിയോകൾ ചെയ്ത് ആ ദിയ ഫാത്തിമയുടെ കുടുംബത്തിന് വേദന ഉണ്ടാക്കുകയായിരുന്നു. ഇപ്പോഴാണ് അവർക്ക് സത്യം ബോധ്യമായത്. ഇതൊന്നും ഈ കുട്ടിയെ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമപരമായ ഒരു നടപടിക്രമവുമല്ല. മാത്രമല്ല, അന്വേഷണം വഴിതിരിച്ചു വിടാൻ, അതോടൊപ്പം തന്നെ തൻ്റെ കുട്ടിയെ കണ്ടെത്തുന്നില്ല എന്ന് മാത്രമല്ല, ഒരു കാലത്തും കണ്ടെത്താതിരിക്കുക എന്നൊരു സാഹചര്യം ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ യൂട്യൂബർമാർ ചെയ്യുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബർമാർക്ക് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ആ പ്രദേശത്ത് പോയി വ്യാജമായ വ്ളോഗുകൾ ചെയ്ത് ആ കുടുംബത്തിന് വീണ്ടും ആശ കൊടുത്ത് നോക്കണം, വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കി പ്രയാസപ്പെടുത്തി. നമ്മളെപ്പോഴും ആശ കൊടുക്കുകയാണ് വെറുതെ. എങ്ങനത്തെ ആശ? ഇല്ലാത്ത ആശ. അപ്പോൾ അത് നിരാശ കൂടുതൽ ശക്തിപ്പെടും. വെറുതെ എങ്കിലും ഇല്ലാത്ത ആശ കൊടുക്കുകയും ആ ആശ ശക്തിപ്പെടും നിൽക്കുകയും ചെയ്ത് പിന്നീട് ആ പ്രതീക്ഷ ഇല്ലാതാകുമ്പോൾ അവർക്ക് കൂടുതൽ നിരാശ വരും. ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഇപ്പോഴത്തെ വ്ളോഗർമാരാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വ്ളോഗർമാർ ആ ഭാഗത്തേക്ക് പ്രവേശനമില്ല. മാത്രമല്ല, ഈ കുട്ടിയുടെ DNA ടെസ്റ്റ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. ആ DNA ടെസ്റ്റ് ചെയ്യേണ്ടതിന് രാജ്യത്തൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് അത് പറ്റൂ. അഥവാ കോടതി വിധി വേണം. അല്ലാതെ യൂട്യൂബർമാർക്ക് പോയി DNA ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കോടതിയിൽ നിന്ന് പൊതു താൽപര്യ ഹർജിയിലോ ഉത്തരവ് വാങ്ങിയതിന് ശേഷം മാത്രമേ ആ കാര്യങ്ങളൊക്കെ നടക്കൂ. അതിനു വേണ്ടി കണ്ടമാനം പൈസക്ക് ചിലവുണ്ട്. പക്ഷേ അതിനു വേണ്ടി തീർച്ചയായിട്ടും ഇവിടുത്തെ സന്നദ്ധ സംഘടനകളൊക്കെ തയ്യാറാകും. പക്ഷേ അതിന് യൂട്യൂബർമാരല്ല, മറിച്ച്
ആ സാധ്യതകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നാം ഒരു കോടതിയിൽ പോയിക്കൊണ്ടിരിക്കണം. ഇതുവരെയും ദിയ ഫാത്തിമയുടെ വിഷയം ഒരൊറ്റ കോടതിയിലും ഇതുവരെ എത്തിച്ചിട്ടില്ല. കോടതിയിൽ എത്തിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കുട്ടിയെ കിട്ടുമെങ്കിൽ കിട്ടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. രാജ്യ നിയമമനുസരിച്ച് കോടതി ഉത്തരവ് വാങ്ങി അതിനു വേണ്ടി പ്രവർത്തിക്കാൻ ധാരാളം സന്നദ്ധ സംഘടനകളും മതസംഘടനകളും ഒക്കെ രാജ്യത്തുണ്ട്. അവരൊക്കെ ദിയ ഫാത്തിമയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ചാരിറ്റി എന്ന നിലയ്ക്ക് രംഗത്ത് വരികയും ചെയ്യും. പക്ഷേ ആ വഴിക്കൊക്കെയാണ് നീങ്ങേണ്ടത്. അല്ലാതെ ഒന്നിനും കൊള്ളാത്ത രീതിയിലുള്ള ഈ വാർത്തകളെ വഴിതിരിച്ചു വിട്ട് വളരെയേറെ ദുരൂഹതയിലേക്ക് നീക്കുന്ന തരത്തിൽ വ്ളോഗർമാർ വ്ളോഗ് ചെയ്യുന്ന ആ കാര്യം തടയുന്നത് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല വല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.